ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഖത്തറിലെ സൂക്ക് വാക്കഫിലാണ്. ഖത്തർ സമ്പന്നതയിലേക്കൊക്കെ ഉയരുന്നതിൻ്റെ മുന്നേ തന്നെ ഖത്തറിൻ്റെ ഏറ്റവും വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു സൂക്ക് വാക്കഫ്. 2022 വേൾഡ് കപ്പിൻ്റെ മുന്നോടിയായിട്ട് സൂക്ക് നന്നായിട്ട് നവീകരിച്ചിട്ടുണ്ട്. ചുറ്റുപുറം കട്ടൊക്കെ വിരിച്ച് സൂക്കിലെത്തുന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴമയുടെ പ്രൗഢിയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് കെട്ടിടങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഈ ഒരു കിണറാണ്. നമ്മുടെ നാട്ടിലെ കിണറൊക്കെ പോലെ തന്നെ ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ കിണറിൻ്റെ മുകളിൽ ഇതുപോലെ എപ്പോഴും വെള്ളം ചേർന്നതുകൊണ്ട് തന്നെ ചുറ്റുപാടും കിളികളും പാവളുകളൊക്കെ ഏത് സമയത്തും ഉണ്ടാവും. അവർക്ക് ഈ ചൂടുകാലത്ത് വെള്ളം കുടിക്കാൻ ഈ ഒരു കിണറുള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ്. നമ്മൾ വന്നത് സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഇതിൻ്റെ ചുറ്റുപാടും തിരക്ക് കുറവ്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലായിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സൂക്ക് ചുറ്റിക്കാണാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണിത്, ഈ ഒരു കുതിരവണ്ടി. ആക്ച്വലി ഇത് കുതിരവണ്ടി അല്ല, ഇലക്ട്രിക് വെഹിക്കിളാണ്. ഫാമിലിയായിട്ട് സൂക്ക് കാണാൻ വരുന്നവർക്കൊക്കെ എൻഗേജഡ് ആവാൻ പറ്റിയ ഒരുപാട് നല്ല എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് ഇവിടെ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എതിരായിട്ടൊരു ട്രെയിൻ വരുന്നുണ്ട്. എന്നാൽ ട്രെയിൻ കടന്നു പോയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ട്രെയിനിൽ നോക്കുമ്പോൾ ലോക്കോ പൈലറ്റ് മാത്രമേ ഉള്ളൂ, പാസഞ്ചേഴ്സ് ഒന്നും കാണാനില്ല. ഈവനിങ് ആയി തുടങ്ങുന്നതല്ലേ, അതുകൊണ്ടാണ് ആരും കാണാത്തത്. കുറച്ച് കഴിയുമ്പോഴത്തേന് വണ്ടിയൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു പയ്യൻ കുതിര സവാരി നടത്തുന്നു. പുറത്തേക്കൊന്നും പോകില്ല, ആ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ തന്നെ 2 റൗണ്ട് അടിക്കും. അതിന് എത്ര നിശ്ചിത ഫീസും ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ നടന്ന് നമ്മൾ സൂക്കിൻ്റെ ഉള്ളിലായിട്ട് കയറുകയാണ്. സൂക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് സൂക്കിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നമുക്ക് ഡ്രസ്സായാലും ചെരുപ്പായാലും പെറ്റ്സ് ആയാലും ഡയമണ്ട്, ഗോൾഡ്, സ്പൈസസ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഷോപ്പിംഗ് ക്രൈസിലുള്ളവർക്കൊക്കെ വന്നാൽ അർമാദിച്ച് പോകാൻ പറ്റിയ ഏരിയയാണിത്. നമ്മൾ നേരെ കയറി ചെല്ലുന്ന ഒരു പെറ്റ്സ് മാർക്കറ്റിലേക്കാണ്. നമ്മൾ നടക്കുന്ന പാതയുടെ ഇരുഭാഗത്തും പെറ്റ്സിൻ്റെ ഷോപ്പാണ്. എല്ലാ തരത്തിലുള്ള പെറ്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷികളായാലും മൃഗങ്ങളായാലും ഉരകങ്ങളായാലും എല്ലാ തരത്തിലുള്ള പെറ്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ ഫുഡും അവരുടെ കൂടും അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും നമുക്ക് ഇവിടെ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഇവിടെ ഇവറ്റങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെയൊക്കെ പരിപാലിച്ച് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. അയ്യോ, ശരിക്കും പെറ്റ്സിൻ്റെ ഒരു വലിയ ലോകം തന്നെയാണ് ഇത്. നമുക്ക് എല്ലാ പെറ്റ്സിനെയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുകുട്ടിയോട് പെറ്റ്സിന് തീറ്റ കൊടുക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ പെറ്റ്സിൻ്റെ ഷോപ്പും പെറ്റ്സിൻ്റെ സ്ട്രീറ്റും ഒക്കെ ആയിട്ട് നമുക്കും ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ പെറ്റ്സിൻ്റെ ഷോപ്പിൻ്റെ ഏരിയയൊക്കെ ഒന്നും നമുക്ക് അടക്കാൻ പറ്റില്ല. അത്രയും സ്മെല്ലും കാര്യങ്ങളൊക്കെ കാരണം ഇതുപോലെ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല, അത് പരിപാലിക്കുന്നതിലാണ് അതിൻ്റെ കഴിവ്. ഒരുപാട് വിദ്വാന്മാർ ഇവിടെ പെറ്റ്സിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്തിട്ട് മുന്നിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചിറക് കട്ട് ചെയ്താൽ പിന്നെ പാറി പോകില്ലല്ലോ. അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഇട സൈഡിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ്. ഇവിടെ എത്രയും വൃത്തിയായിട്ടും നീറ്റായിട്ടും പരിപാലിക്കുന്നത് ഇവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സൈഡിൽ വെച്ചിട്ടുണ്ട്. കയറായാലും പാത്രങ്ങളായാലും എല്ലാം ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സെക്ഷനിൽ നമ്മൾ എത്തിയത് ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. എല്ലാതരം റെഡിമെയ്ഡ്സും ഫാബ്രിക്സും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇവിടെ ഒട്ടുമിക്ക ഷോപ്പുകളിലും മലയാളീസ് തന്നെയാണ് കൂടുതലായിട്ടും കച്ചവടം ചെയ്യാതിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, എല്ലായിടത്തും പോയി കഴിഞ്ഞാലും മലയാളി ആണല്ലോ മെയിനായിട്ട് കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഉഷാറ്. ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ മുട്ടായിത്തെരുവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അവിടുത്തെ പോലെ അത്ര റഷില്ല. വിളിച്ചു പറഞ്ഞ് കയറ്റിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കയറി വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് സൂക്ക് വാക്കഫിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. ഒരു ലോറിയായിട്ട് വന്നു കഴിഞ്ഞാൽ ലോഡാക്കി പോവുക, അത്രയും ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര വൈബാണ്. നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര സംഭവമാണ്. ശരിക്കും നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള സൂക്കുകളും ചന്തകളൊക്കെ വേണം. നമ്മുടെ നാട്ടിലെ ചന്തയൊക്കെ എടുത്ത് ഒഴിവാക്കി ഇപ്പം ഷോപ്പിംഗ് മാളുകൾക്ക് പോകാൻ തുടങ്ങിയ ആൾക്കാർ. ഇവിടെ ഒന്നും എല്ലാ ഷോപ്പിലൊന്നും കച്ചവടമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇത് ഇവിടുത്തെ ഗവൺമെൻറ് നിലനിർത്തി പോകുന്നതാണ് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഈ അർബാനായിട്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ പോർട്ടർമാർ. കാരണം ഇവിടെ വെഹിക്കിൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തുള്ള പോർട്ടർമാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും. അവർക്ക് ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് അവർക്ക് സാലറി ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് സൂക്കിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം ചെന്നത് ഇവിടുത്തെ ഒരു പ്രാദേശിക ഫുഡ് കോർട്ടൊക്കെയാണ്. ഇവിടുത്തെ പ്രദേശവാസികളുടെ വീട്ടിലുണ്ടാക്കുന്ന സ്വീറ്റ്സും ഫുഡൊക്കെ പുറത്ത് കൊടുന്ന് വെക്കാൻ വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് സൂക്ക് വാക്കഫിൻ്റെ സെൻട്രൽ സ്ക്വയറിലെത്തിയിരിക്കുകയാണ്. ആ വിരൽ പോലെ കാണുന്ന ശില്പമാണ് ഗോൾഡൻ തമ്പ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ലൊക്കേഷൻ. ഒരുപാട് പേര് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും എത്തുന്ന സമയമാണ്. ഗോൾഡൻ തമ്പും കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെന്ന ഫുൾ സ്ട്രീറ്റിലോട്ടാണ്. നമ്മൾ നടക്കുന്ന വഴിയിൽ രണ്ട് സൈഡിൽ ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റുകളാണ്. അത് സെറ്റ് ചെയ്തിട്ടാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്നൊരു കാപ്പി കുടിക്കാൻ ആർക്കാരും തോന്നിപ്പോയി. റെസ്റ്റോറൻറ്റുകളിലെ ഒരുവിധം സീറ്റുകളൊക്കെ കാലിയാണ്. വൈകുന്നേരമായി തുടങ്ങുന്നതോടെ എല്ലാ സീറ്റുകളും ഫുള്ളാവും. അത്രയും ആൾക്കാർ വരുന്നൊരു ഏരിയയാണ് വൈകുന്നേരങ്ങളിൽ. നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ചൂട് സമയത്തായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ സൂക്കിൽ കുറവാണ്. എന്നാലും അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചുമ്മാ സൂക്കിലൊന്ന് ചുറ്റിയെടുക്കാൻ വരാൻ തന്നെ ഭയങ്കര ഒരു വൈബാണ്. ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന ഒരു ഏരിയയാണിത്. എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ അവരവരുടെ ഫ്ലാഗൊക്കെ വെച്ച് ഇവിടെ ഒരുപാട് അർമാദിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിരുന്നു കേട്ടോ. അർജൻറ്റീനയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഫ്ലാഗൊക്കെ വെച്ചിട്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികളും. ഏറ്റവും കൂടുതൽ മലയാളീസ് കണ്ട വേൾഡ് കപ്പ് എന്നുള്ള റെക്കോർഡ് ഖത്തർ വേൾഡ് കപ്പിനായിരുന്നു. ഖത്തറിലുള്ളതുകൊണ്ട് തന്നെ വേൾഡ് കപ്പൊക്കെ കാണാൻ പറ്റി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ പറയാം. ഫുൾ സ്ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് മുന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ആൻറ്റിക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പിൻ്റെ അടുത്താണ്. ആൻറ്റിക് സാധനങ്ങൾ മാത്രമൊന്നുമല്ല, കരകൗശല വസ്തുക്കളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് തന്നെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വേൾഡ് കപ്പിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയ ട്രോഫിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് കിട്ടാത്ത ടീമിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഒന്ന് രണ്ട് ഷോപ്പൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഷോപ്പുകളുണ്ട്. അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഉറച്ചു നോക്കാൻ തോന്നി ഭൂതം വരുമെന്നുള്ളത്. പിന്നെ വില കേട്ട് കഴിഞ്ഞാൽ ബോധം പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നോക്കാൻ നിന്നില്ല. കാണാൻ ഭംഗിയുള്ള നല്ല ഒരുപാട് സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വാങ്ങാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് തന്നെ വില ചോദിക്കാൻ പോയില്ല. സൂക്കിൻ്റെ വിഭാഗമൊക്കെ ചുറ്റിക്കറങ്ങി പുറത്തെത്തിയപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ട്. ശരിക്കും സൂക്ക് കാണാൻ ഭംഗി വൈകുന്നേരങ്ങളിലാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നടക്കാൻ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് സൂക്ക് വാക്കിഫ്. എന്താ ഭംഗിയില്ലേ, ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് ഓണായിട്ട് രാജകീയമായ പ്രൗഢിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുക. അങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ചായ അടിക്കണമല്ലോ. അങ്ങനെയുള്ള ടീ ടൈം നേരെ മുന്നിൽ. ടീ ടൈം നമ്മുടെ മലയാളീസിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കറക്ക് വാങ്ങി അടിച്ചു. സൂക്ക് വാക്കിഫ് മുന്നിൽ തിളങ്ങുന്ന പോലെ തന്നെ അടുത്ത് നിന്ന് മുന്നിൽ തിളങ്ങുന്ന വേറൊരു ആളും കൂടെ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അത് കാണാൻ വേണ്ടി നമ്മളൊരു ഇടനാഴിയിലൂടെ കയറി പുറത്തേക്ക് ഇറങ്ങുക. ഇടനാഴിയിലൊക്കെ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആ ഒരു മിന്നി തിളങ്ങുന്ന ആളെ കാണിച്ചു തരാം. സൂക്ക് വാക്കിഫിനെ ഫയർ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊമ്പനും നെറ്റിപ്പട്ടം പോലെയാണ്. അതിങ്ങനെ കത്തി ചലിച്ച് നിൽക്കും ഈ ഒരു വൈകുന്നേരങ്ങളിൽ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്.